ഈ കണ്ട എന്ത് രസാന്നറിയോ. ഇന്നിപ്പോ ഞാനുണ്ടല്ലോ ഒരു ചക്ക എടുക്കുന്നുണ്ട്. ഞാൻ പകുതി അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും, നാളെയിൽ വെക്കാലോ എന്ന് വെച്ചിട്ടേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ, വായോട്ടാ. ഇന്ന് നമുക്കുണ്ടല്ലോ തെങ്ങ് കയറാൻ വരുന്ന ദിവസമായിട്ടോ. അപ്പൊ തെങ്ങ് കയറാൻ വരുന്ന ദിവസം നമുക്കറിയാലോ, സാധാരണ നമുക്ക് കുറച്ച് പണികൾ കൂടുതലുള്ള ദിവസമായിരിക്കും. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സുബ്രേട്ടൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു ഇന്ന് തെങ്ങ് കയറാൻ വരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷായറിനും കൂടി നമ്മുടെ തെങ്ങിൻ്റെ ചുറ്റുള്ള ആ ചട്ടികളും കാര്യങ്ങളൊക്കെ നീക്കി വെച്ചു വിട്ടാ. അപ്പോൾ സുബ്രേട്ടൻ വരുമ്പോഴത്തെ തിരക്കുകളൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സുബ്രേട്ടൻ്റെ തെങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാമത്തെ എല്ലാ ചക്കകൾ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം. ഞാനപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുബ്രേട്ടൻ എന്താ തെങ്ങൊക്കെ കയറി കഴിഞ്ഞിട്ട് ചക്കിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാവിന്മേന്ന് പറഞ്ഞാൽ ഒത്തിരി ചക്ക ഉണ്ടെങ്കിലും എല്ലാം വളരെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക ഇടണമെന്ന് ആഗ്രഹിച്ചാലും നമുക്ക് ഇടാൻ പറ്റിയിരുന്നില്ല കേട്ടോ. സുബ്രേട്ടൻ്റെ വരവും കാത്താണ് നമ്മൾ നിന്നിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക നമ്മുടെ ഒരു മാസം മുന്നേ തന്നെ നമുക്ക് ഇട്ടിട്ട് ഉപയോഗിക്കായിരുന്നു. കാരണം അതേപോലെ മൂത്തിട്ടുള്ള നല്ല ചക്കകളായിരുന്നു നമ്മുടെ. അപ്പൊ നോക്കിയേ, നമ്മുടെ ചക്കിടലെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ പ്ലാവുമ്പോ ഒരൊറ്റ ചക്കയില്ല, എല്ലാവരും ഇറക്കി. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്ര ചക്ക ഉണ്ടെങ്കിലും നമ്മുടെ റിലേറ്റീവ്സുകൾക്ക് ചക്ക ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവര് ആവശ്യക്കാർ അത് കൊണ്ടുപോകും. പിന്നെ നമുക്ക് ഒരു ചക്ക വരട്ടി വെക്കണം, പിന്നെ ചക്കടി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചക്ക കൊണ്ടുള്ളത്. അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഞാനുണ്ടല്ലോ ഒരു ചക്ക എടുക്കുന്നുണ്ട്. അതിവലിപ്പില്ലാത്തൊരു ചക്ക എടുക്കണുള്ളൂ കേട്ടോ. കാരണം എനിക്ക് നമ്മുടെ ചക്ക എലിശ്ശേരി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇത് കൊണ്ടുപോയിട്ട് ചക്ക എലിശ്ശേരി ഒക്കെ വെച്ചതിന് ശേഷമാണ് നമ്മുടെ പുറമെയുള്ള നമ്മുടെ പട്ടയും നാളികേരൊക്കെ പറിക്കണുള്ളതെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എലിശ്ശേരി വെക്കാൻ പോയി. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ഒരു ചക്കയുടെ പകുതിയായിട്ട് എടുത്തുള്ളൂ. പകുതി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ചുളയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ചക്ക എരിശ്ശേരി വയ്ക്കാനാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ കുരൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് ചക്ക നന്നായിട്ട്, ചക്കയല്ല ചക്കച്ചുള്ളതാ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ അത്യാവശ്യം ഇത്രയും നീളമുള്ളൊരു ചക്കയേക്കാണ് ഇതിന് ഞാനൊരു 3 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നുറുക്കിയിടാട്ട് ചെയ്യാം. പിന്നെ ഇത്രയും ചക്ക ഞാൻ മുഴുവൻ എടുക്കില്ല, എന്താ പറയുക, ഒരു പകുതിയോളം നന്നാക്കി എടുത്തു എന്നുള്ളൂ. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് നമ്മൾ എരിശ്ശേരിക്ക് വയ്ക്കുള്ളൂ. ബാക്കി ഞാൻ പകുതി അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും, നാളെയിൽ വെക്കാമല്ലോ എന്ന് വെച്ചിട്ടേ. ഞാനേ നമ്മുടെ ചക്കയിൽ മഴയ്ക്കും പെയ്താൽ കാരണം വെള്ളം കയറിയിട്ടുണ്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടാ. അതുപോലെ മുളച്ചിട്ടൊന്നുമില്ല, നല്ല ചക്ക തന്നെയായിരുന്നു. ഞാനിത് വെട്ടണതും ചോള പറിക്കണതൊക്കെ വീഡിയോ പിടിക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ആ ഭാഗങ്ങളൊക്കെ പോയി. ഞാനുണ്ടല്ലോ നോക്കിയേ, നമ്മുടെ ചക്കത നന്നാക്കി കഴുകി വെള്ളമൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നോക്കിയേ, കുറച്ച് ചാളാട്ട വറക്കാനായിട്ട് ഇതാ വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചാള കൊണ്ടുള്ള ഒരു പുളിഞ്ചാറും കൂടിയായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ചാള വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് നോക്കിയാൽ 2 കതിരി കറിവേപ്പില, അതേപോലെ ഇതേ കുരുമുളക്, 2 വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, ഒരു ഇത്തിരിയോളം, അതായത് ഇങ്ങനെ പിടിച്ച 2 പിടി കേട്ടോ. അതേപോലത്തെ എന്താ പറയുക പെരിഞ്ചീരകം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ആദ്യം അരച്ചെടുത്ത് കൊണ്ടിട്ട് കേട്ടോ. ചാള വറക്കാനുള്ള എലിക്കായിട്ട് നമ്മളിത് ശരിയാക്കണത്. അപ്പം നമ്മളിതാ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യണത് ഒരു തുണ്ട് മഞ്ഞപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും പൊടി അതിൽ നമ്മൾ ഒരാവശ്യത്തിന് ഇട്ട്. അപ്പോൾ ഞാനത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് ഉപ്പും പൊടി ഇട്ടിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാളയമ്മ നമ്മുടെ ഈ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കേണ്ട രീതിയിൽ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക യോജിപ്പിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ബാക്കിയുള്ള കറികളൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മുടെ ഈ ചാളയമ്മ ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കയിലേക്കുള്ളത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ചക്കയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലധികം അധികം പ്രാധാന്യം ഇല്ല കേട്ടോ. ചക്കടിശ്ശേരി വയ്ക്കുമ്പോൾ എരിവൊക്കെ എപ്പോഴും കുറവാണ് നല്ലത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇതേ ചുവന്ന പൊടി ആയാലും ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാനിതാ ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ കറിയിലാകുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്കായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് എടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു തുണ്ട് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു തുണ്ടും കൂടിയാണ് ഇട്ടത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് നോക്കി 2 പച്ചമുളക് ഇട്ടാ അതിങ്ങനെ വെറുതെ ചീന്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് കുറച്ച് വെള്ളമല്ല, ഏതാണ്ട് ചക്കയുടെ ഒപ്പത്തിന് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ചക്ക ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മുന്നിൽ നിൽക്കണം. ആ രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തോണേ കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ച് നമുക്ക് തീ കത്തിക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി വയ്ക്കും കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ ചക്കയിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ ഇത് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതാ ഇത് ഇത്രയും ഉള്ളി കണ്ട, ഒരു 5 ഉള്ളി ഒരെണ്ണം ചെറുതാട്ടാ. പിന്നെ ഇതാ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുണ്ടല്ലോ നന്നായിട്ട് അരയരുത്. അതായത് ഒരു ഇങ്ങനെ ചതയല്ല, അതിനേക്കാളും കൂടുതലായിട്ടൊന്ന് അരയണം കേട്ടോ. വെണ്ണ പോലെ ഒരിക്കലും അരച്ചെടുത്തിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ നോക്കി നമ്മൾ ഇതേപോലെയാണ് അരച്ചെടുത്ത് പോകണം കേട്ടോ. കണ്ടാൽ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കണ്ട നന്നായി അറിയാണ്ട് ഇങ്ങനെ ഒരു പീല പോലെ ഇതേപോലെ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാറൊന്നും കഴുകി വെള്ളം എടുത്തിട്ടില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജാറ് കഴുകി ഒഴിക്കാണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാട്ടെ. അപ്പോൾ ഇതേപോലെ ഒന്ന് എന്താ പറയുക ചതയാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ജാറൊക്കെ കഴുകി ഇതിലേക്ക് വെള്ളം ഞാൻ ഒഴിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ ചാളയിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ മുളക് പൊടി ഞാനിതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ മുളക് അത്യാവശ്യം എരിവുണ്ടേ. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഒരു എന്താ പറയുക 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതാ 2 ടീസ്പൂൺ, നല്ലോണം 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും പൊടി ഇതാ 1/2 ടീസ്പൂണിനേക്കാളും കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടായിരുന്നത്. പിന്നെ നോക്കിയേ കുറച്ച് ചുവന്നുള്ളി. അപ്പോൾ ചുവന്നുള്ളി ഒരു 5-10 ചുവന്നുള്ളി ഇത് കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഇതാ 3 കഷ്ണമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയൊരു ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് അത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലുണ്ടല്ലോ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതാ നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വെള്ളം. അപ്പോൾ ചാളയൊക്കെ നന്നായിട്ട് മുങ്ങി കിടക്കേണ്ട രീതിയിൽ തന്നെ നമ്മളിതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതാ മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ നമുക്ക് മൂടി വയ്ക്കാം. ഇതാ തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാളക്കറി ഇവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ ചക്ക അപ്പുറത്ത് തിളച്ചിട്ടുണ്ട്, അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓരോ ചക്കയ്ക്ക് ഓരോ വേവാണ്. നമ്മുടെ ഈ ചക്കയ്ക്ക് ഒന്ന് പെട്ടെന്ന് വേവുന്ന ഒരു ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മൂടി വെച്ച് തീയൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ചാള വറക്കാൻ വേണ്ടിയിട്ടേ നോക്കിയേ ഒരു ഇലച്ചിണ്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഈ ചാള ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഒന്ന് മടക്കി പതുക്കെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ ചാള ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ ഇലയിൽ വെച്ചിട്ട് വറുത്തെടുക്കുമ്പോഴേ കൂടുതൽ ഇങ്ങനെ എന്നിട്ട് പറയുക വറുത്തെടുക്കാനും പാടില്ല, വേവാനോ പാടില്ല. ആ രീതിയിലാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇലയിൽ കെട്ടി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് മീൻ വറക്കാനായിട്ട് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ പാനിലേക്ക് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പൊതിഞ്ഞ് വെച്ച് നമ്മുടെ ചാള വെച്ച് കൊടുക്കണേ.
ഇങ്ങനെ തന്നെ ഇതിലിരിക്കട്ടെ. എന്നിട്ട് ഞാനിതാ മൂടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, ആദ്യം ഒന്ന് ആവി ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് തീ കുറവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതാക്കിയെടുക്കാൻ. നമ്മുടെ നോക്കിയേ, ചാളിട്ടിട്ട് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ നോക്കിയാൽ തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ചക്കത നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് നമ്മുടെ ചക്കപ്പിരിക്കണേ. ഈ സമയത്താണ് നമ്മുടെ ഈ അരപ്പ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജാറൊക്കെ കഴുകിയെടുത്തപ്പോൾ നോക്കി നല്ല അഴവിലാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ഇതേപോലെ നല്ല ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ. നമ്മുടെ ചക്കലിശ്ശേരി ആകുമ്പോൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചൂടൊക്കെ ആറുമ്പോഴേ ഒന്നും കൂടിയും കട്ടയാവും. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അതാ ഒന്ന് എന്താ പറയുക, തള ഇങ്ങനെ വരേ വേണ്ടോ, അതോടുകൂടി നമ്മളിത് ഓഫ് ചെയ്യും കേട്ടോ. കൂടുതൽ നേരം നമ്മൾ അരപ്പൊഴിച്ചിട്ട് തിളപ്പിക്കാനൊന്നും ഇരിക്കില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു തള വരുന്നതോടുകൂടി നമുക്ക് ഓഫ് ചെയ്യാം. നോക്കിയാൽ ചെറുതായിട്ടൊരു തള വന്നു തുടങ്ങി. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറവാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചക്കലിശ്ശേരി റെഡിയാക്കി. നോക്കിയേ, മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ട നമ്മുടെ ചാളക്കറി നോക്കി നല്ല എന്താ പറയുക, ചാറൊക്കെ ഒന്ന് ഒരുവിധം ഈ ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ടിട്ട്. കാരണം നമ്മുടെ ഈ ചട്ടിയായി കാരണം ഇതിലിരുന്ന് ഒന്നും കൂടി ഒന്ന് വറ്റും. അപ്പം ഞാനിതാ തീ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം മൂടി തുറന്ന് ഇങ്ങനെ തന്നെ നമ്മളൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ നമ്മുടെ മീനൊന്ന് മറിച്ചിടണം. എന്നിട്ട് നമുക്കിതാ മൂടി വയ്ക്കാം കേട്ടോ. മുന്നേ ചെയ്ത പോലെ തന്നെ. അപ്പോൾ തീ കുറവിൽ തന്നെയായിട്ട് ഞാൻ മൂടി വെച്ചിട്ടുള്ളത്. നമ്മുടെ ചാളത 5 മിനിറ്റ് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചാളക്കറി എന്താ റെഡി ആയിട്ടാ. ഇനി ഇതിലൊന്ന് ഉള്ളി കാഴ്ച വേണ്ട നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതുണ്ടല്ലോ ഒന്ന് തുറന്ന് കാട്ടിത്തരാം. നോക്കി നമ്മുടെ മീൻ കണ്ട മസാല ഒക്കെ ഇരുമെന്നെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ രീതിയിലാണ് നമുക്ക് മീനായി കിട്ടുക. എന്താ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞാട്ടാ. അപ്പം നമ്മുടെ എരിശ്ശേരിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 വറ്റമുളക് നടുമുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഒരു കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞോട് കൂടി നമ്മുടെ ഈ മുളകൊക്കെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെരിശ്ശേരി ആക്കണമെന്ന് ഈ സമയത്ത് ഇതിൽ കുറച്ച് നാളികേരം കൂടി വറുത്ത് കഴിഞ്ഞാൽ അത് വറുത്തെരിശ്ശേരി ആവും. അതല്ലേ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ എരിശ്ശേരി റെഡിയായി. നമ്മൾ മീൻ കൂട്ടാൻ കാച്ചാൻ വേണ്ടി ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളിതാ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ, അതായത് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നോക്കിയേ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടാ. അപ്പോൾ നോക്കി നമ്മുടെ മീൻ കറി അതേപോലെ തന്നെ നമ്മുടെ ചക്ക എരിശ്ശേരിയും നമ്മുടെ ചാള വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് ഉച്ച ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക നാളികേരം പറക്കിടാനൊക്കെ ആയിട്ട് പോകണുള്ളൂ കേട്ടോ. പക്ഷെ ആയേട്ടൻ അവിടെ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ആദ്യം.
ഇന്നത്തെ ഫുഡ് കണ്ട ഞാനേ നല്ലൊരു പണി എടുക്കേണ്ടതാണേ. അപ്പൊ നല്ല ഫുഡ് തന്നെ ആകാന്ന് വെച്ചത്. അടിപൊളി ഫുഡ് തന്നെയാ ഇത്. കറീനും പറ്റി പറയാല്ലേ, അത്ര രസമാണ്. ചക്കര കാര്യം പിന്നെ പറയണ്ടല്ലോ. ചാള വറുത്ത് വയ്ക്കില്ലേ, ആ കുരുമുളകിൻ്റെ സ്മെല്ലും ആ കാര്യങ്ങളില്ലേ, ഇലയിൽ പൊതിഞ്ഞിട്ടുള്ളതാകുമ്പോഴേ ഭയങ്കര രസമാണ് കഴിക്കാനായിട്ട്. ഇനി നമ്മുടെ പട്ടയ്ക്ക് ഒന്ന് വെട്ടി ഒതുക്കണം. പിന്നെ അത് മാത്രല്ല കേട്ടോ, വർഷകാലം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ചുറ്റുമരങ്ങളൊക്കെ നിൽക്കണ ആകെ ചവറൊക്കെ ആകെ കൊഴിഞ്ഞിങ്ങനെ കെടുക്കും ചെയ്യും. അടിച്ചാലും നീങ്ങില്ലേ ചെറിയ നനവുണ്ടെങ്കിലേ. പിന്നെ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടയും അതേപോലെ തന്നെ നമ്മുടെ പൊതമ്പും കോഞ്ഞാട്ടും ഒക്കെ കൂടുതലാണ്. കാരണം നമ്മുടെ സുബ്രേട്ടനെ തെങ്ങ് കയറാനായിട്ട് വൈകി. കാരണം ഈ മഴ നിൽക്കണ കാരണം തെങ്ങുമ്മ കയറാൻ പറ്റില്ലല്ലോ, വഴുക്കിൽ വരുന്ന കാരണം. അപ്പൊ അതിൻ്റെതായ കൂടുതലുണ്ട് എല്ലാതും. ഈ തെങ്ങിന്റെ കിടക്കയിലും കണ്ടില്ലേ ഇത്ര തേങ്ങ എടുക്കണേ. അതേപോലെ തന്നെ ആയിട്ട് അപ്പുറത്തെ തെങ്ങിന്റെ കിടക്കലായാലും കിടക്കണത്. അങ്ങനെ നമ്മുടെ വീടിന്റെ ചുറ്റും തെങ്ങുള്ള എല്ലാ തെങ്ങിന്റെ കിടക്കലും ഏതാണ് ഈ രൂപത്തിലേക്ക് എടുക്കണത്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കി ഇങ്ങനെ പോവാന്ന് വെച്ചു. അങ്ങോട്ട് പോവാം നമുക്ക്. പിന്നെ നമ്മുടെ ഈ ഒരു ഈ പനയമ്മ ഉണ്ടാവണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയ്ക്ക പോലത്തെ ഒരു കായാണ് ഉണ്ടാവാറ്. തനി അടയ്ക്ക തന്നെ, അടയ്ക്കാന്നാ പറയുള്ളൂ. അപ്പൊ ഇവിടെ നിന്നിട്ടാണെങ്കിലേ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുല്ലിലേക്ക് കൊഴിഞ്ഞിട്ട് പുല്ലും നാശവും ആകെ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ വഴുക്കില് പോലെ വരും. അപ്പൊ ഈ വേട്ട സൂപ്പറായിട്ട് വന്നപ്പോ നമ്മള് ഈ കൊലയും കൂടി ഒന്ന് വെട്ടിടിച്ചു. കാരണം കാണാൻ ഭംഗിയാണെങ്കിലും കൂടിയിട്ട് ആള് നമുക്ക് പണി തരേ, പുല്ലിലേക്ക് വീണിട്ടേ ദിവസം പറക്കി കളയേണ്ട അവസ്ഥയാ. നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോവാം. ഈ സൈഡിലേ നമ്മുടെ ചട്ടികളൊന്നും നമുക്ക് മാറ്റേണ്ട വന്നില്ല കേട്ടോ. കാരണം നമ്മൾ വാർക്ക ചട്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ മാറ്റേണ്ട വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ വീട് പണിയുടെ ഭാഗമായിട്ട് വീടിന്റെ സൈഡിൽ ഇരുന്നിരുന്നവരെ കയറ്റി വെച്ചിട്ടുള്ളത് ഇപ്പൊ. അപ്പൊ ഈ ഒരു തെങ്ങിന്റെ കട അല്ലെ വലിയ കാര്യമായിട്ട് അധികം പണിയില്ലാത്ത തെങ്ങിന്റെ കട ഇതാണ്. ഞാൻ നോക്കിയിട്ട് വലിയ പട്ടൊന്നും വീരാണ്ടി ഇരുന്നിട്ടുള്ളത്. പക്ഷെ ഈ തെങ്ങിന്റെ കടയ്ക്ക് എന്ന് പറയുന്നത് പട്ടയ്ക്ക് നന്നായിട്ടുള്ളൊരു തെങ്ങിന്റെ കടയാട്ടാ. പക്ഷെ നമുക്ക് ഏറ്റവും എന്താ പറയാ, ഈ ചട്ടി ഇങ്ങനെ വെക്കാൻ തോന്നിയതാണ്. കാരണം നല്ല വെയിറ്റ് ആണ് ഈ ചട്ടി. ഈ ചട്ടി അങ്ങനെ അന്ന് നമ്മള് വാർക്ക ചട്ടി ആക്കിയില്ലെങ്കിൽ എന്താ പറയാ ഇരട്ടി പണിയായിരുന്നേ. അപ്പൊ ഇത് നല്ലൊരു കാര്യമായിട്ടാ. ഇപ്പൊ തെങ്ങിന്റെ അടിയിലൊക്കെ നമുക്ക് ചെടികളാക്കി വെക്കേണ്ട വരാണെങ്കിൽ ഇങ്ങനത്തെ വാർക്ക ചട്ടികൾ മേടിച്ച് വെച്ചാൽ നമുക്ക് മാറ്റൊന്നും വേണ്ട. പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള ഈ ചെടി എന്ന് പറയുന്നത് അങ്ങനെ ഒടിയില്ല, ഒരു തളർന്നൊരു ടൈപ്പാ. വല്ലതും വീടാണെങ്കിൽ തന്നെ അവരിങ്ങനെ വളയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ചെടികളും വെച്ചാൽ മതി. അപ്പൊ ഇവിടുന്ന് പതുക്കെ ഒതുക്കി തുടങ്ങട്ടെ. പിന്നെ ഞാൻ ഈ തെങ്ങിന്റെ കടക്കിലിട്ടാ പടർത്തിയിട്ടുള്ള പുല്ലില്ലേ, നമ്മുടെ കറ്റിവയിലാട്ടാ. ഭയങ്കര ഭംഗിയത് നിക്കണ് കാണാനായിട്ട്. പിന്നെ പട്ടയ്ക്ക് നല്ല ചെറുതാക്കി വെട്ടൊതുക്കിയിട്ടാണ് നമ്മള് പറമ്പില് നമ്മള് ചാല് കോരിയുണ്ട് അവിടെയാണ് കൊണ്ടിട്ടുണ്ട് കേട്ടാ. എല്ലാവരും പറയാറുണ്ട് സ്മിത എന്തിനാ ഇത്രയധികം ജോലികൾ എടുക്കണേന്ന്. പക്ഷേ അത് നമ്മുടെ ഒരു സന്തോഷം കൂടിയാകുമ്പോൾ നമുക്കതിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്കറിയാം കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ഈ പണികൾ പഠിച്ചിട്ടൊന്നുമല്ലല്ലോ വരിക. വരുന്ന വീടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ പണികൾ പഠിക്കണു ചെയ്യണു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു കാലഘട്ടം മറക്കാതിരിക്കാൻ വല്ലപ്പോഴും 3 മാസത്തിലൊരിക്കൽ വരുന്ന ഈ ജോലി ഞാൻ വളരെ ഇഷ്ടം കൊണ്ട് തന്നെയാട്ടോ അതൊക്കെ ചെയ്യണത്. നാളികേരം വീണ ഭാഗത്തേ നോക്കിയേ ഒരു കുഴി പോലെയായി എന്താ. പക്ഷെ എന്ത് രസം അറിയില്ലേ ഇങ്ങനെ നിൽക്കണാനായിട്ട്.
അപ്പൊ ഇവിടത്തെ നമുക്ക് അവിടെ കൊണ്ടിടാൻ പോവാട്ടാ. ഈ കൊള്ളിത്തരം ഓർമ്മയില്ലേ, നമ്മൾ ഈ നാട്ടിനത് കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയില്. ഇവിടെ നമ്മൾ പലപ്പോഴും പറയാനുള്ളതാണ് ഇങ്ങനെ ഒരു ചാല് കോരിടും. ഈ ചാലിലാണ് നമ്മൾ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇടുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് മണ്ണിടും. അത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കമ്പോസ്റ്റ് പോലെ അതിലത്തെ മണ്ണൊക്കെ വാരി നമ്മുടെ പച്ചക്കറികളൊക്കെ വെക്കാൻ തുടങ്ങുമ്പോൾ വേനൽക്കാലത്തേക്ക് നല്ല കമ്പോസ്റ്റ് കിട്ടും നമുക്ക്. കവുമ്പട്ടയും ചീഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ. മുന്ന് വീണിട്ട് കിടക്കണത്, അതാണ് ഇങ്ങനെ ചീഞ്ഞ പോലെ ആയത്. അപ്പൊ ഈ ഒരു തെങ്ങിന്റെ കള വൃത്തിയാക്കൽ കഴിഞ്ഞു കേട്ടാ. അപ്പൊ നോക്കിയാ നമ്മുടെ ഈ ഒരു സൈഡ് ഫുള്ള് പട്ടയും നാളികേരൊക്കെ കൊണ്ടുപോല് കഴിഞ്ഞു കേട്ടാ. നിറച്ച് ചവറാ മിറ്റം മുഴുവൻ. നമ്മൾ അടിച്ചു നീങ്ങിയാലും ഒരു ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാ എവിടെ നിന്നാണ് ഈ ചവറ് തന്നെ നിറച്ചു കൊഴിയും. ചാക്കിൽ കൊണ്ടിടുമ്പഴേ നേരെ ചാക്കടക്കം കയറി അവിടെ കൊണ്ടു ശരിയാ. അർബാനയിലാകുമ്പോ ഇങ്ങനെ കൊണ്ടു ഇങ്ങോട്ട് എറിയണം, അതന്നെ ഒരു കുഴപ്പമുള്ളത്. കുറച്ചും കൂടി പണി നമുക്ക് കഴിയാണ്ടായിരുന്നുള്ളൂ കേട്ടാ. കാരണം ഇവിടെ കുറച്ച് നാളെയും പറക്കിയിടണം, അവിടെ ചട്ടി കയറ്റിക്കണം. അതുകൂടി കഴിഞ്ഞാലേ അപ്പൊ ചെറിയ തുള്ളികളൊക്കെ വന്നപ്പോ ഞാൻ പറക്കിടാന്ന് വെച്ചു. പക്ഷെ പിന്നെ പെയ്യണ മഴ എന്ന് പറയുന്നത് നല്ല കനത്തിലുള്ള തുള്ളികളെ വിടണേ. അപ്പൊ ഇനി നിർത്തി, മഴ പോയിട്ട് ഏതായാലും അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇനി കേറല്ലോ. നമുക്ക് അങ്ങനെ നല്ലൊരു മഴയായിട്ടാണ് പെയ്തത്. അപ്പം ഞാൻ കുറച്ച് നേരം മഴയിലേക്ക് നോക്കിയിരുന്ന് പിന്നെ നമ്മുടെ എന്താ പറയുക തോർച്ചയ്ക്ക് വന്ന് കണ്ടപ്പോൾ വേഗം തന്നെ നമ്മുടെ ചട്ടികൾ എടുത്ത് വയ്ക്കാൻ വെച്ചിട്ട് ഇറങ്ങിയിട്ടാണ്. ഇനി ഒന്ന് ഇവിടെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാ നമ്മുടെ ഈ പണികൾ കഴിയൂട്ടാ. അതിന് അടിച്ചാ നീങ്ങില്ല, ഇപ്പൊ ഈ നനഞ്ഞു കിടക്കണ കാരണേ. എങ്കിലും ഒന്ന് വെറുതെ വരണ്ടില്ല കരടൊന്ന് എടുക്കാൻ പറ്റുന്ന കരടുകളൊക്കെ എടുക്കും.
നമ്മുടെ നാളികേരത്തിന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പൊ നന്നായി പഴുത്ത് നിൽക്കണേ. അപ്പൊ അടുത്തൊരു മഴ വരുന്നുണ്ട്, അതിന് മുന്നേ ആയിട്ട് പൈനാപ്പിൾ കൊണ്ട് പൊട്ടിച്ചിട്ട് കയറാന്ന് വെച്ചു. അപ്പൊ പൈനാപ്പിളിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ എന്തായാലും നമ്മുടെ ബൂട്ട്സ് ധരിക്കാണ്ട് ശരിയാവില്ല. മഴ പെയ്തപ്പോഴേ പൈനാപ്പിളൊക്കെ ഇങ്ങോട്ട് വീണ് തുടങ്ങിയിട്ടാ. കാരണം പൊട്ടിക്കണ്ട, നന്നായി പഴുത്താപ്പിളേ കണ്ട പിന്നെ വീണ് എടുക്കുക അത്. അപ്പൊ ഒരു 3 പേരുണ്ട്. എന്തൊരു മണാന്നറിയോ. നോക്കിയ നല്ല മണ. ഇങ്ങനെ നടിപ്പിക്കണ്ട കേട്ടോ, അല്ലാണ്ട് നല്ല സ്മെല്ല വരിക. ഇനിയിപ്പോ 2 പേരും കൂടി ഉണ്ട് അവിടെ. ഞാൻ പൈനാപ്പിളിനെ കുറിച്ച് പറയാറുണ്ട് കേട്ടോ. നമുക്കറിയാം നമ്മൾക്ക് എങ്ങനെയാണ് ഇവിടെ പൈനാപ്പിൾ ഉണ്ടാവണേന്നുള്ളത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരോടായിട്ട് ഞാൻ പറയണത്, നമ്മുടെ പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തല, അതായത് പുറത്തുനിന്ന് സാധാരണ കടയിൽ നിന്ന് ഫസ്റ്റിൽ പൈനാപ്പിൾ മേടിച്ചിട്ട് ഈ തല കുഴിച്ചിട്ടിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും പൈനാപ്പിൾ ഉണ്ടായി കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊട്ടിക്കണ ഈ പൈനാപ്പിളിൻ്റെ ഈ തല കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ കിട്ടും. അത് മാത്രമല്ല, ഓരോ പൈനാപ്പിളും നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കട കളയില്ല. കാരണം പുതിയ പൊടിപ്പ് ഇവരെ കടയിൽ നിന്ന് തന്നെ വരും. അങ്ങനെ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യത്തിന് പൈനാപ്പിൾ കിട്ടും കേട്ടോ. അപ്പോൾ ഈ അടുത്താണ് ഞാൻ പൈനാപ്പിൾ പൊട്ടിക്കേണ്ട ഒരു വട്ടം കാട്ടിയത്. ഓക്കെ, കണ്ട എന്ത് രസമാണെന്നറിയോ. ഈ കാണുന്ന ഈ ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനുള്ളതെന്ന് ഞാൻ പലവട്ടം പറയാറുണ്ട് കേട്ടാ. അപ്പം ഇനി നമ്മുടെ തൊണ്ടമുളക് നോക്കിയേ, എന്ത് രസമായിട്ടാണ് നോക്കിയേ. ഉണ്ടായി നിൽക്കണേ, നന്നായിട്ടുണ്ടാവുന്നുണ്ട്. ഈ മഴ ഇന്ന് അവർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടാ, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.